എന്തുകൊണ്ടാണ് BJPയുമായി നേരിട്ട് ഏറ്റുമുട്ടുന്ന, കോൺഗ്രസ് നേരിട്ട് ഏറ്റുമുട്ടുന്ന സ്ഥലത്ത് നിന്ന് ഒഴിഞ്ഞു മാറാനുള്ള പ്രവണത രാഹുൽ ഗാന്ധി എന്ന കോൺഗ്രസിന്റെ ദേശീയ നേതാവിനുണ്ടാകുന്നത്? നിങ്ങൾ ആരാത് ചോദിക്കാൻ എന്ന് ചിലപ്പോൾ പ്രതിപക്ഷ നേതാവ് എന്നോട് ചോദിച്ചേക്കും. ഞങ്ങൾക്കൊന്നുമില്ലപ്പ. എന്നാലും ഒരു നാടൻ ന്യായം ചോദിക്കുന്നതാണ്. നിങ്ങളൊരു ദേശീയ നേതാവല്ലേ? ആ ദേശീയ നേതാവായിട്ടുള്ള ഒരാള് നിങ്ങളെ പാർട്ടി ഏറ്റവും അധികം BJPയെ നേരിടുന്ന സ്ഥലത്ത് എന്തുകൊണ്ട് കാണുന്നില്ല? അതിനുത്തരം പറയണം. UDFന്റെ ചില ശക്തി കേന്ദ്രങ്ങൾ എന്ന് പറയുന്നതുണ്ട്, ചില ജനവിഭാഗങ്ങൾ, അതിൽ മഹാഭൂരിഭാഗം ഞങ്ങളുടെ അട്ടിപ്പേർ അവകാശമാണ് എന്ന് UDF ചിന്തിക്കുന്നുണ്ട്. ഇതെല്ലാം പോയി കേട്ടോ. അതെല്ലാം പഴയ കാലാണ്. ആ കാലം മാറിയിട്ട് വളരെ കാലമായി. പ്രതിപക്ഷം UDFും BJPയും ഇരുമയാണെങ്കിലും ഒരു കരൾ എന്ന മട്ടിൽ നീങ്ങല്. കൂടെ ഒരുപാട് ഏജൻസികൾ, അതിൻ്റെ കൂടെ നേരത്തെ പറഞ്ഞ എല്ലാ നമ്മുടെ നാടിൻ്റെ വലതുപക്ഷ മാധ്യമങ്ങൾ. എന്തായി? തീർക്കാൻ കഴിഞ്ഞോ? തീർന്നു പോയോ? ഈ നാടിന് മനസ്സിലായി എന്താണ് നിങ്ങളുടെ ഉന്നമെന്ന്. അവർക്ക് അവരുടേതായ അനുഭവമുണ്ട്. ഓരോ രംഗത്തുമുള്ള അനുഭവമുണ്ട്. ഓഖി വന്നപ്പോ, നിപ വന്നപ്പോ, മഹാപ്രളയം വന്നപ്പോ, കോവിഡ് എന്ന മഹാമാരി നാടാകെ ആഞ്ഞു വീശിയപ്പോ, ഈ നാട് തകർന്നു പോകും എന്ന് കണക്കാക്കിയ ഘട്ടത്തിൽ, ഞങ്ങളെല്ലാം തകരുമല്ലോ എന്ന് കണക്കാക്കിയ ചില ജനവിഭാഗങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. ആ വിഭാഗത്തിനോടൊപ്പം അവരെ പൂർണ്ണമായും സംരക്ഷിച്ചുകൊണ്ടുള്ള നിലപാട് സ്വീകരിച്ച ഒരു സർക്കാർ അവരത് ശരിയായി കണ്ടു, ശരിയായി വിലയിരുത്തി. ഞാൻ അതിൻ്റെ ഓരോ കാര്യവും എണ്ണി ഇപ്പോൾ പറയുന്നില്ല. അവര് പോയി, പോളിംഗ് ബൂത്തിൽ പോയി. ഈ പറയുന്ന വലതുപക്ഷ വിദഗ്ധരുടെ ആകെ കണ്ണ് തള്ളിപ്പോകുന്ന ഫലം ആ ഫലപ്രഖ്യാപനത്തോടെ ഉണ്ടായി. അതിൽ കണ്ടൊരു പ്രത്യേകത, സാധാരണ നമ്മുടെ സംസ്ഥാനത്ത് UDFന്റെ ചില ശക്തി കേന്ദ്രങ്ങൾ എന്ന് പറയുന്നതുണ്ട്, ചില ജനവിഭാഗങ്ങൾ, അതിൽ മഹാഭൂരിഭാഗം ഞങ്ങളുടെ അട്ടിപ്പേർ അവകാശമാണ് എന്ന് UDF ചിന്തിക്കുന്നുണ്ട്. ഇതെല്ലാം പോയി കേട്ടോ. അതെല്ലാം പഴയ കാലാണ്. ആ കാലം മാറിയിട്ട് വളരെ കാലമായി. ഇവിടെ ഓരോ ആളുടെയും ജീവിതാനുഭവമുണ്ട്, ഓരോ കുടുംബത്തിൻ്റെയും ജീവിതാനുഭവമുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കാര്യങ്ങൾ വിലയിരുത്തുന്നത്. എല്ലാ പ്രദേശവും, എല്ലാ ജനവിഭാഗങ്ങളും LDFനോടൊപ്പം അണിനിരന്നു എന്നതാണ് ഈ കഴിഞ്ഞ ഘട്ടം തെളിയിച്ചത്. അത് വന്നപ്പോൾ ഒരു വല്ലാത്ത പൊള്ളൽ. അപ്പോൾ ഒരുപാട് ബുദ്ധിരാക്ഷസന്മാർ ഒന്നിച്ചിരുന്നു കൊണ്ട് ആലോചന തുടങ്ങി. എങ്ങനെയെങ്കിലും ഇതിനെ ഒന്ന് അട്ടിമറിക്കണം, ഏത് മാർഗവും സ്വീകരിക്കാം, ചില ജനവിഭാഗങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാം, അതിനുള്ള നടപടികൾ എടുക്കാം. അതിനുവേണ്ടി കണ്ടെത്തിയത് നമ്മുടെ കേരളത്തിൻ്റെ സ്വന്തം സൈന്യം എന്ന് ഞങ്ങൾ വിശേഷിപ്പിച്ച മത്സ്യത്തൊഴിലാളികളെ തെറ്റിദ്ധരിപ്പിക്കാനാകുമെന്നാണ്. അതിനുവേണ്ടി ഒരു കഥ. മത്സ്യത്തൊഴിലാളികളെ തെറ്റിദ്ധരിപ്പിക്കാനൊന്നും ആവില്ല എന്നുള്ളത് കൊണ്ട് അതിൻ്റെ മറ്റ് വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. കാരണം അവർക്കെല്ലാം അതിൻ്റെതായ ജീവിതാനുഭവം നല്ലതുപോലെയുണ്ട്. എന്തായിരുന്നു UDFന്റെ കാലം, എന്താണ് LDFന്റെ കാലം, ദുരന്തം വന്നപ്പോൾ LDF സർക്കാർ എങ്ങനെയാണ് ചെയ്തത് എന്നതെല്ലാം ജീവിതാനുഭവമുള്ളവരാണ് അവർ. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് കൂടുതൽ വിശദമാക്കാനൊന്നും ഞാനിപ്പോൾ ഒരുപെടുന്നില്ല. ഈ പറഞ്ഞ കാര്യം എന്താ പറഞ്ഞത്? ആഴക്കടൽ മത്സ്യബന്ധനം. അതിനുവേണ്ടി ഒരു അമേരിക്കൻ കമ്പനി ഇങ്ങോട്ട് വരുന്നു. ആ അമേരിക്കൻ കമ്പനി ഇവിടെ വന്ന് ആഴക്കടൽ മത്സ്യബന്ധനത്തിന് കരാറിൽ ഏർപ്പെടുന്നു. ഇതിലാദ്യം കാണേണ്ടത്, ആഴക്കടൽ മത്സ്യബന്ധനത്തിന് അനുമതി കൊടുക്കാൻ സംസ്ഥാന സർക്കാരിന് യാതൊരു അധികാരവും ഇല്ല. അത് മുഴുവൻ ചെയ്യേണ്ടത് കേന്ദ്ര ഗവൺമെൻറ്റാണ്. ഈ ആഴക്കടൽ മത്സ്യബന്ധനത്തിന് വിദേശ കമ്പനികൾക്ക് വരാം എന്ന ഇളവ് നൽകിയത് കോൺഗ്രസ് കേന്ദ്രം ഭരിക്കുന്ന കാലത്താണ്. അന്ന് അതിനെതിരെ പോരാടിയത് ഇടതുപക്ഷവുമാണ്. ആ ഇടതുപക്ഷത്തിൻ്റെ എതിർപ്പിനെ അവഗണിച്ചുകൊണ്ട് അത് നടപ്പാക്കാനാണ് കോൺഗ്രസ് ശ്രമിച്ചത്. അവിടെ
നമ്മൾ ഓർക്കേണ്ടത് പിന്നീട് വന്ന ഐക്യമുന്നണി ഗവൺമെൻറ്റാണ് ഈ വിവിധ പ്രക്ഷോഭങ്ങൾ രാജ്യത്ത് ഉയർന്നു വന്നു. നമ്മുടെ നാട്ടിലൊക്കെ വലിയ പ്രക്ഷോഭം ഉയർന്നു, രാജ്യത്തും ഉയർന്നു. ആ പ്രക്ഷോഭങ്ങളുടെയും സമ്മർദ്ദങ്ങളുടെയും ഭാഗമായി ഇതിൽ മാറ്റം വരുത്തിയത് പിന്നീട് വന്ന ഐക്യമുന്നണി ഗവൺമെൻറ്റാണ്. ഇതാണ് നാം ഓർക്കേണ്ട ഒരു കാര്യം. കോൺഗ്രസ്സിന് ഇതുമായി ബന്ധപ്പെട്ട് അവരുടെ നയം ആഴക്കടൽ മത്സ്യബന്ധനത്തിന് വിദേശ കമ്പനികൾ വരാമെന്നുള്ളതാണ് എന്നതാണ് യഥാർത്ഥ കാര്യം. ഇവിടെ സംഭവിച്ചത് എന്താ? നേരത്തെ ഒരു നിക്ഷേപ സംഗമം നടന്നു. ആ നിക്ഷേപ സംഗമത്തിൽ ഈ പറയുന്ന ഒരു കൂട്ടര് വന്നു എന്നാണ് പറയുന്നത്. നിക്ഷേപ സംഗമം വലിയൊരാൾക്കൂട്ടാണ്. അവിടെ ആളുകളെ മനസ്സിലാക്കാൻ കഴിയുന്നത് അവർ വന്ന് ഇത്തരം കാര്യങ്ങൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ മാത്രമാണ്. രജിസ്റ്റർ ചെയ്ത അന്ന് പങ്കെടുത്ത എല്ലാ ആളുകളുടെയും പേര് അവസാനം വായിച്ചതാണ് ഇവിടെ പദ്ധതികൾ തുടങ്ങാൻ തയ്യാറാകുന്നത്. അക്കൂട്ടത്തിൽ ഇവരുണ്ടായിരുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. പിന്നീടാണ് ഇവരെത്തുന്നതെന്നും കേൾക്കുന്നുണ്ട്. ഏതായാലും അവരവിടെ അവരുടെ സന്നദ്ധത അറിയിച്ചു. സന്നദ്ധ അറിയിച്ചാൽ എന്താ? സർക്കാരിൻ്റെ നയത്തിനനുസൃതമായി മാത്രമേ ഈ പറയുന്ന പദ്ധതി പ്രാവർത്തികമാകൂ എന്ന് അതിൽ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. സർക്കാരിൻ്റെ നയം ആഴക്കടൽ മത്സ്യബന്ധനകാരിയാണെങ്കിൽ സർക്കാർ അതിന് പൂർണ്ണമായിട്ട് എതിരാണ്. സർക്കാർ പ്രഖ്യാപിച്ച ഫിഷറീസ് നയമുണ്ട്, മത്സ്യ നയമുണ്ട്, അതിലത് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരമൊരു കാര്യം സർക്കാർ ആലോചിക്കുന്ന പ്രശ്നമില്ല. അപ്പോഴേക്ക് കഴിഞ്ഞ തദ്ദേശഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൻ്റെ ഫലം കഴിഞ്ഞു. തങ്ങൾക്ക് വലിയ സ്വാധീനം ഉണ്ടായിരുന്നു എന്ന് പറയുന്ന കേന്ദ്രങ്ങളിൽ സ്വാധീനമില്ലാത്ത അവസ്ഥ വന്നു. ഇതിനെ അട്ടിമറിക്കാൻ ഈ മത്സ്യത്തൊഴിലാളികളുടെ ഒരു വികാരം ഉണ്ടാക്കാൻ കഴിയുമോ എന്നുള്ളൊരാലോചന ചില കേന്ദ്രങ്ങളിൽ നടന്നു. ആ ആലോചനയുടെ ഭാഗമായിട്ടാവണം ഫെബ്രുവരി 2-ാം തീയതി ഒരു MOU കേരളത്തിലൊരു പൊതുമേഖലാ സ്ഥാപനവുമായി ഒപ്പിടുന്നു. ആ MOUവിന് ഈ പറയുന്ന അത്ര ട്രോളറുകൾ നിർമ്മിക്കാനുള്ള ശേഷിയൊന്നുമില്ല. ഇതുവരെ അത്തരത്തിലുള്ള കാര്യങ്ങൾ അവർ വലിയ തോതിൽ നടത്തിയിട്ടില്ല. ഏതൊരു സ്ഥാപനവും ഇങ്ങനൊരു MOU ഒപ്പിടുമ്പോൾ സാധാരണഗതിയിൽ ആ വകുപ്പിൻ്റെ സെക്രട്ടറി ഉണ്ട്. ആ വകുപ്പിൻ്റെ സെക്രട്ടറി നമ്മുടെ സംസ്ഥാനത്തെ ജലസേചന വകുപ്പിൻ്റെ അഡീഷണൽ ചീഫ് സെക്രട്ടറിയാണ്. അദ്ദേഹം അങ്ങനൊരു കാര്യം അറിഞ്ഞിട്ടേ ഇല്ല. ഈ ഒപ്പിടുന്ന കാര്യം അറിഞ്ഞിട്ടേ ഇല്ല. എന്തായിരുന്നു ധൃതി? എവിടെയോ ഉള്ളൊരാലോചന ഒപ്പിട്ടു. ആ ആലോചനയുടെ ഫലം കണ്ടു. അധിക ദിവസം കഴിയേണ്ടി വന്നില്ല. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്ത്. ആർക്ക്? നമ്മുടെ സംസ്ഥാനത്തെ പ്രതിപക്ഷ നേതാവിന് മുഴുവൻ വിവരം. ബന്ധപ്പെട്ട സെക്രട്ടറി അറിയില്ല, ഗവൺമെന്റ് അറിയില്ല, മന്ത്രി അറിയില്ല. എങ്ങനെ പ്രതിപക്ഷ നേതാവിന്റെ കയ്യിലേക്ക് വിവരങ്ങൾ പോയി? എന്തും ചെയ്യാൻ മടിയില്ലാത്ത ചില ദുഷ്ടാത്മാക്കൾ നമ്മുടെ നാട്ടിലുണ്ട്. ആ ഗൂഢാലോചന, ഈ നെറികേടൊന്നും നമ്മുടെ നാട്ടിൽ ചെലവാകില്ല എന്ന് മനസ്സിലാക്കിക്കൊള്ളണം കേട്ടോ. ഈ വിവരം പുറത്തു വന്ന ഉടനെ ഒരു നിമിഷം ശങ്കിച്ചു നിൽക്കേണ്ട കാര്യം LDF സർക്കാരിനില്ല. കാരണം അത്തരമൊരു ഉദ്ദേശം LDFനില്ല. LDFന്റെ നയത്തിനെതിരെ, സർക്കാരിന്റെ പ്രഖ്യാപിതമായ നയത്തിനെതിരെ ഉടനെ അത് റദ്ദു ചെയ്തു. ഇവരുമായി ബന്ധപ്പെട്ട ആ പറഞ്ഞ കരാറും നേരത്തെ നിക്ഷേപ സംഗമത്തിൽ വന്ന് ഒപ്പിട്ടു എന്ന് പറയുന്ന കാര്യവും
എല്ലാം റദ്ദ് ചെയ്തു. MOU എന്നതൊരു കരാറല്ല കേട്ടോ. MOU ഞാൻ ഇങ്ങനെ ചിലതിന് തയ്യാറാണ് എന്ന് അറിയിക്കുന്നൊരു കാര്യം മാത്രമാണ്. അത് നമ്മുടെ അമേരിക്കൻ മലയാളികളിൽ അല്ലെങ്കിൽ വിദേശത്തുള്ള മലയാളികളിൽ നല്ല പ്രഗത്ഭരായ വ്യവസായികളുണ്ട്. അവർ നല്ലതുപോലെ കേരളത്തിൽ ചിലർ നിക്ഷേപം നടത്തുന്നുമുണ്ട്. എന്നാൽ ചിലർ തൽക്കാലം ഒരു കോട്ട് വാങ്ങി ഇടുകയെ വേണ്ടൂ എന്ന് ചിന്തിച്ചിട്ട് ആ കോട്ടും ഇട്ടുകൊണ്ട് വരുന്നവരുണ്ട്. അപ്പം ഞങ്ങളിങ്ങനെയൊരു നിക്ഷേപം തുടങ്ങുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് വരിക. ആകെ പിന്നിലൊന്നും ഉണ്ടാവില്ല. അതൊക്കെ പിന്നീടുള്ള പരിശോധനയിൽ വ്യക്തമായി തള്ളിപ്പോക്കാണ് സാധാരണ. ഇത്തരത്തിലുള്ള ഒരു ഗൂഢാലോചനക്ക് ഏതെങ്കിലും വഴിവിട്ട നീക്കങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് LDF സർക്കാരിന്റെ പടലിക്ക് വെച്ച് കെട്ടാമെന്ന് ആരും വിചാരിക്കണ്ട. അതൊന്നും LDFന് യേശുന്നതല്ല. നമ്മുടെ നാടിൻ്റെ പൊതുമനസ്സ് LDFന്റെ കൃത്യതയാർന്ന നയം ഉൾക്കൊണ്ടവരാണ്. അതുകൊണ്ട് തന്നെ LDFന്റെ സംശുദ്ധി കൃത്യമായി ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇവിടെ ഇനിയുള്ള ദിവസങ്ങളിലും തെറ്റായ ഒരുപാട് നീക്കങ്ങൾ ഉണ്ടായേക്കാം. അതെന്തൊക്കെയാണ് വരിക എന്ന് നമുക്കിപ്പോൾ പറയാനാവില്ല. പക്ഷെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാവ് രാഹുൽ ഗാന്ധിയാണല്ലോ. ഈ രാഹുൽ ഗാന്ധി നേരിട്ട് കോൺഗ്രസും BJPയും തമ്മിൽ ഏറ്റുമുട്ടുന്ന ഏതെങ്കിലും സ്ഥലത്ത് പോകുന്നുണ്ടോ? ഏതെങ്കിലും സംസ്ഥാനത്തിൽ പോകുന്നുണ്ടോ? ഇപ്പൊ ഗോവയിലെ രാഹുൽ ഗാന്ധി എന്ത് റോളാണ് വഹിച്ചത്? മണിപ്പൂര്, ബീഹാർ, കർണാടകം, മധ്യപ്രദേശ്, ഇപ്പൊ ഏറ്റവും ഒടുവിൽ പുതുച്ചേരി. പുതുച്ചേരി എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിനാണല്ലോ തുടങ്ങുന്നത്. മാഹിയിൽ തുടങ്ങിയല്ലേ. എന്തേ ഇവിടങ്ങളിലൊന്നും അദ്ദേഹത്തിൻ്റെ ഒരു സ്വരവും കേൾക്കാത്തത്? അതിനെതിരെ ഒന്നും പറയുന്നതായി കാണുന്നില്ലല്ലോ. എന്തുകൊണ്ടാണ് BJPയുമായി നേരിട്ട് ഏറ്റുമുട്ടുന്ന, കോൺഗ്രസ് നേരിട്ട് ഏറ്റുമുട്ടുന്ന സ്ഥലത്ത് നിന്ന് ഒഴിഞ്ഞു മാറാനുള്ള പ്രവണത രാഹുൽ ഗാന്ധി എന്ന കോൺഗ്രസിന്റെ ദേശീയ നേതാവിനുണ്ടാകുന്നത്? നിങ്ങളാരാത് ചോദിക്കാൻ എന്ന് ചിലപ്പോൾ പ്രതിപക്ഷ നേതാവ് എന്നോട് ചോദിച്ചേക്കും. ഞങ്ങൾക്കൊന്നുമില്ലപ്പ. എന്നാലും ഒരു നാടൻ ന്യായം ചോദിക്കുന്നതാണ്. നിങ്ങളൊരു ദേശീയ നേതാവല്ലേ? ആ ദേശീയ നേതാവായിട്ടുള്ള ഒരാള് നിങ്ങളെ പാർട്ടി ഏറ്റവും അധികം BJPയെ നേരിടുന്ന സ്ഥലത്ത് എന്തുകൊണ്ട് കാണുന്നില്ല? അതിനുത്തരം പറയണം. അദ്ദേഹം നല്ല ടൂറിസ്റ്റാണ്. ടൂറിസ്റ്റ് എന്ന നിലക്ക് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ അദ്ദേഹം പോകാറുണ്ട്. ചില കടല് വളരെ ശാന്തമാണ്. നമ്മുടെ ഇവിടെ ശംഖുമുഖത്തുള്ള കടൽ പോലെയല്ല മറ്റു ചിലയിടത്തുള്ള കടൽ. അത് തീർത്തും ശാന്തമായി കിടക്കുന്നതാണ്. അപ്പോൾ അവിടെ ടൂറിസ്റ്റുകൾ ചില വാഹനങ്ങളിൽ പോയി അവിടുന്ന് കടലിൽ ചാടി നീന്തലുണ്ട്. ചിലപ്പോൾ ഇദ്ദേഹവും നല്ല രീതിയിൽ ആ തരത്തിൽ കടലിൽ നീന്തി ശീലിച്ചയാളായിരിക്കാം. ഏതായാലും ഒരു ഗുണം കിട്ടി. കേരളത്തിലെ കടൽ അങ്ങനെ നീന്താൻ ഉപയോഗിക്കുന്നൊരു കടലല്ല. പക്ഷേ രാഹുൽ ഗാന്ധി വന്ന് ഇവിടെ കേരളത്തിലെ കടലിൽ ചാടി എന്ന് കേട്ടപ്പോൾ നമ്മുടെ കടകംപള്ളി സുരേന്ദ്രൻ്റെ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് നല്ലൊരു മുതൽക്കൂട്ടായി. കാരണം ഈ കടൽ ഇങ്ങനെയാണ്, ശാന്തമായ കടലാണ് എന്ന് ഒരു ധാരണ പരക്കാനിടയായി. പക്ഷേ വളരെ ശാന്തമല്ല കേരളത്തിലെ കടൽ കേട്ടോ. അത് തെറ്റിദ്ധരിച്ചേക്കരുത്. കടലിൻ്റെ രീതി ശരിക്കും മനസ്സിലാക്കിയേ ചാടാൻ പാടുള്ളൂ. ഏതായാലും അദ്ദേഹത്തിന് ആ കാര്യങ്ങൾ അറിയാമായിരുന്നു എന്ന് പറഞ്ഞു. ഇപ്പോൾ അതിൻ്റെ ഉള്ളുകള്ളികളും ഓരോന്നായിട്ട് പുറത്ത് വരികയാണ്.
എന്താണ് കിട്ടിയത് എന്ന് ചിലര് പുറത്ത് പറയുന്ന സ്ഥിതിയും ഉണ്ടായിരിക്കുന്നു. എന്തെല്ലാം നാടകങ്ങളാണ് നമ്മുടെ നാട്ടിൽ അരങ്ങേറുന്നത്! എന്തിന്? ഞങ്ങളെ മറ്റൊരു രീതിയിൽ ചിത്രീകരിക്കാൻ, അല്ലേ? അതുകൊണ്ടൊന്നും നാടിനെ തെറ്റിദ്ധരിപ്പിക്കാനോ നാട്ടുകാരെ തെറ്റിദ്ധരിപ്പിക്കാനോ കഴിയില്ല. കാരണം LDF ജനങ്ങൾക്കൊപ്പമാണ്, ജനങ്ങൾ LDFനൊപ്പമാണ്. ഇത് നല്ലതുപോലെ ഇനിയും നമ്മുടെ നാടിൻ്റെ പ്രതിപക്ഷം മനസ്സിലാക്കേണ്ടതുണ്ട്. നിങ്ങൾ നാടിനു വേണ്ടി ചിന്തിക്കാൻ സന്നദ്ധമാവുക, നാടിൻ്റെ കൂടെ നിൽക്കാൻ പഠിക്കുക. അങ്ങനെയുള്ള ഒരു മാറ്റം നിങ്ങൾക്കുണ്ടായാൽ നിങ്ങളെ കൈയൊഴിഞ്ഞവർ ചിലപ്പോൾ നിങ്ങളെ സഹാനുഭൂതിയോടെ നോക്കിയെന്ന് വരൂ.